രാജ്യമാസകലം ജാഗ്രത കൂട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടക്കുന്നതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന, ഗുഡ് ഈവനിംഗ്. എല്ലാ തന്ത്രപ്രധാന ഇടങ്ങളിലും സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം പരമാവധി ജാഗ്രത മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ആളുകൾ പാനിക്കാവേണ്ട സാഹചര്യമില്ല. കേരളത്തിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണോ? തീർച്ചയായും സുജയ, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം 2-ലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും റെയിൽവേ പോലീസും ഒപ്പം RPF-ന്റെയും സംയുക്തമായ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വ്യാപകമായ പരിശോധനയുണ്ടായിരുന്നു. കൃത്യമായ രീതിയിലുള്ള പരിശോധന ഇന്നലെ രാത്രി തന്നെ ഉണ്ടായതാണ്. ഇന്നിപ്പോൾ വീണ്ടും തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നിപ്പോൾ ഈ സമയത്തും പരിശോധന തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി, റെയിൽവേ പോലീസുമായി ഒക്കെ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയ കാര്യം, ഇതുപോലെ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ ആ രീതിയിൽ ആളുകൾ കൂടുതലായി വരുന്ന പ്രദേശങ്ങളിലാണ് ഈ രീതിയിലുള്ള പരിശോധന കർശനമാക്കാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം 1-ൽ നിന്ന് ഇവർ പരിശോധന ആരംഭിച്ചതാണ്. ഇതിപ്പോൾ പ്ലാറ്റ്ഫോം 2, 3 അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പരിശോധന കർശനമായി തുടരും എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം, ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ ഈ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. ഈ പരിശോധന അല്പസമയം കൂടി തുടരുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സുജയ. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധനകൾ നടക്കുന്നു.